പീരുമേട് പഞ്ചായത്ത് ഇനി മുതൽ മാലിന്യമുക്ത പഞ്ചായത്ത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പീരുമേട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ഇന്ന് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രത്യേക യോഗത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി സ്മിത മോൾ പ്രഖ്യാപനം നടത്തി. ചില ആളുകൾ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്, ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അന്ന് ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ അവര് അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതായത് ഞാനും അന്നുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ആർ ദിനേശിനും ഉൾപ്പെടെയാണ് ഈ ഹരിതകർമ്മ സേന അംഗങ്ങളെ വിളിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തുന്നത്. പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഓരോ വീട്ടിലും പോകാൻ പേടിയാണ്, പോകാൻ പറ്റുന്നില്ല. അന്ന് നമ്മൾ നിശ്ചയിച്ചിരുന്ന യൂസർ ഫീ എന്ന് പറയുന്നത് വെറും ഈ സംസ്ഥാനത്ത് തന്നെ ഒന്നാമതായി നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിയണം. അപ്പം അങ്ങനെ ഈ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി മാലിന്യമുക്ത പഞ്ചായത്തായി, നമ്മുടെ പീരുമേട് പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കഴിഞ്ഞ നാളുകളിൽ പഞ്ചായത്ത് നടത്തിവന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി എന്ന നിലയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിനു മുമ്പ് രാജഭരണകാലത്തും ഉണ്ടായിരുന്നത് പോലെ അപേക്ഷിക്കുക എന്ന രീതി അവസാനിപ്പിക്കണം എന്ന് ജനാധിപത്യത്തിലെ പുരോഗമനപരമായ തീരുമാനം എടുത്തുകൊണ്ടാണ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗ്രാമസഭയിൽ പോലും അപേക്ഷ എന്ന പദമില്ല, അപേക്ഷ ഫാറമില്ല. ആവശ്യപത്രം എന്നാണ് ഗ്രാമസഭയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പത്രത്തെ പറയുന്നത്. ഇവിടെ സമർപ്പിക്കുന്ന എല്ലാത്തിൽ നിന്നും അപേക്ഷ ഒഴിവാക്കി ആവശ്യപ്പെടൽ. പ്രഖ്യാപന യോഗത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചീകരണ പ്രവർത്തകർ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് വന്നവർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ 17 വാർഡുകളിൽ നിന്നും മികച്ച ഹരിത വീട്, മികച്ച സ്ഥാപനങ്ങൾ, മികച്ച വാർഡ്, മികച്ച റെസിഡൻസ് അസോസിയേഷൻ, മികച്ച ഹരിത വായനശാല, മികച്ച വിദ്യാലയം, മികച്ച അയൽക്കൂട്ടം, ഹരിത ടൗൺ, മികച്ച ജനകീയ സംഘടന, ഹരിതരത്നം അവാർഡ് എന്നിവ പ്രഖ്യാപിക്കുകയുണ്ടായി. 17 വാർഡുകളിൽ നിന്നായി 17 ഹരിത വീടുകൾ തിരഞ്ഞെടുത്തു. 15 സ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും 6 വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും 14 അയൽക്കൂട്ടങ്ങളെ ഹരിത അയൽക്കൂട്ടങ്ങളായും പ്രഖ്യാപിച്ചു. പഞ്ചായത്തിൻ്റെ ഹരിത വാർഡായി 16-ാം വാർഡ് കുട്ടിക്കാനത്തെയും, മികച്ച സർക്കാർ സ്ഥാപനമായി PWD റോഡ് സബ് ഡിവിഷൻ ഓഫീസിനെയും, ഹരിത ടൗണായി കുട്ടിക്കാനം ടൗണിനെയും, ഹരിത പൊതു ഇടമായി കമ്മ്യൂണിറ്റി ഹാൾ തെപ്പക്കുളത്തെയും, ഹരിത വിദ്യാലയമായി അഴുത LP സ്കൂളിനെയും, മികച്ച വ്യാപാര സ്ഥാപനമായി മൈഗസ്റ്റ് പാമ്പനാറിനെയും, മികച്ച ഹരിതകർമ്മ സേനാ അംഗമായി 9-ാം വാർഡിലെ ഷീജയെയും, ഹരിതഭവനമായി ജെൻസി ജോസഫ് കല്ലാറിൻ്റെ വീടും, മാലിന്യത്തോടുള്ള യുദ്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിനൊപ്പം നിന്ന മരിയൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കും NSS വോളണ്ടിയർമാർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഹരിതരത്നം പുരസ്കാരം ഡയറക്ടർ മരിയൻ കോളേജിന് നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ഹെലൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ജേക്കബ് സ്വാഗതം ആശംസിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ N സുകുമാരി, AJ തോമസ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ B അനിൽകുമാർ ആശംസ അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി പ്രേം നിർമ്മൽ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പീരുമേട്. കൂടുതൽ വാർത്തകൾക്കായി പീരുമേട് ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.